ഇപ്പോൾ കേരള ഹൗസിന് മുന്നിൽ ദില്ലിയിൽ ഇടത് എംപിമാരുടെ ധർണ ആരംഭിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ബീഫ് നിരോധനത്തിനെതിരെ ദില്ലിയിൽ കേരള ഹൗസിന് മുന്നിൽ ഇടത് എംപിമാരുടെ ധർണ. തത്സമയ ദൃശ്യം. They have gone into the market and purchased it. And if it is allowed for sale in the market, why the police should come here and enter? And when the police comes to an office, this is a Kerala government's office, they should seek explanation from the head of the office or whoever it is here. Are you also saying, sir, that the central government should come and answer? Central government has not have a policy on the beef politics that has ensued. Also, after the Dadri incident, there's been a controversy. On the basis of the mob psychology that is happening in the North Indian states, the central government allowed their police to do a wanton attack on the privacy of the state government. Right. That is what they have done. So I was also talking to other MPs. They said that there have been communal clashes by the Sangh Parivar, the RSS, and the BJP. Are you also of the opinion that the BJP is deliberately trying to scope violence? Sir, what do you think on this? I do not know. I will not say. We have already expressed our protest. We have already condemned this incident. This is not an aberration that has happened. This is in continuation of the ill-motivated political strategy of the Sangh Parivar. If what they cannot impose, what they are not able to impose in Kerala, they are trying to impose all these things here in Kerala. How just because this is in Delhi? संघ परिवार के लोगों ने ऐसा किया या हिंदू सेना का जो आदमी था? No, it is not a matter of Hindu Sena, Muslim Sena, Christian. ദില്ലിയിൽ കേരള ഹൗസിന് മുൻപിൽ ഇടത് എംപിമാരുടെ പ്രതിഷേധം നടക്കുകയാണ്. RSS അവരുടെ സംഘപരിവാർ അവരുടെ അജണ്ട കേരളത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നടപടികൾ അവരുടെ ഭാഗത്തുനിന്ന് വരുന്നതെന്നും പറയുന്നു. ഒപ്പം തന്നെ കേരള സർക്കാരിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് അതിക്രമിച്ച് കയറിയ പോലീസ് അവർക്കെതിരെ നടപടി വേണം, എക്സ്പ്ലനേഷൻ നൽകണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇടത് എംപിമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രതിഷേധത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ദില്ലി കേരള ഹൗസിന് മുന്നിൽ നിന്നും ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. अरे साहब दिखेगा When they come. Okay. सर सर സന്തോഷ് സർലിംഗ് കൂടി ചേരുന്നു ദില്ലിയിൽ നിന്നും. സന്തോഷ്, ഇടത് എംപിമാരുടെ പ്രതിഷേധം ആരംഭിച്ചിരിക്കുന്നു. സംഘപരിവാർ അവരുടെ ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമമാണ്. അതിന്റെ ഭാഗമായാണ് കേരളത്തിന്റെ അധികാരത്തിലുള്ള സ്ഥലത്ത് ഇത്തരത്തിൽ ബീഫിനെതിരെ ഒരു നടപടി വരുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്നലെ ഈ ഇത്തരത്തിലുള്ള സംഭവം അരങ്ങേറിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് എംപിമാർ പറയുന്നത്. പ്രതിഷേധം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? കാണാം, കേരള ഹൗസിന്റെ ഫ്രണ്ടിലെ പടിയിലാണ് ലെഫ്റ്റ് എംപിമാർ നിരന്നിരിക്കുന്നത്. പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് ബാനറുകൾ ഉയർത്തി കാണിക്കുന്നുണ്ട്. ഇത്തരം വർഗീയ തീരുമാനങ്ങൾ അംഗീകരിക്കരുത് എന്നാണ് ബാനറുകളിൽ ഉയർത്തി കാണിക്കുന്നത്. ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി നമുക്കത് കാണാൻ കഴിയും. പി സമ്പത്ത്, ആറ്റിങ്ങൽ എം പി പി സമ്പത്ത്, ശ്രീമതി പീറ്റർ, CC നാരായണൻ, VK ബിജു തുടങ്ങിയവരാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ കേരള ഹൗസിന് മുമ്പിലുള്ളത്. ഡൽഹിയിൽ ഈ 4 എംപിമാരും ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗം മറ്റ് പ്രതിഷേധങ്ങൾ ഈ ഡൽഹി കേരള ഹൗസിന്റെ സംഭവങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി അവരൊപ്പം എത്തിയിരിക്കുന്നത്. ഒരു വലിയ പ്രതിഷേധത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? കാരണം അവരവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പരസ്യ പ്രതികരണത്തിന്റെ ആ പ്രതിഷേധത്തിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ട് സന്തോഷ്? മനു, ഇന്നലെ വൈകുന്നേരം സംഭവം നടന്നു. അതിനുശേഷം ഇന്ന് രാവിലെ മുതൽ കേരള ഹൗസിന് മുമ്പിൽ പ്രതിഷേധങ്ങളുടെ വലിയൊരു നിര നാം കാണുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജീവനക്കാർ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു ഇതൊരു ഗൂഢാലോചനയുടെ ഫലം,
പിന്നീട് ഇവിടെ എത്തിയ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ ഇതെല്ലാം ഡൽഹി കേരള ഹൗസിന് മുമ്പിൽ തന്നെ ഇതിനുള്ള തങ്ങളുടെ എതിർപ്പ് വ്യക്തമാക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് നേരത്തെ പിമാർ ഉച്ചയോടുകൂടി ഇവിടെ എത്തി കാര്യങ്ങളെല്ലാം ഉദ്യോഗസ്ഥരടക്കമുള്ളവരോട് സംസാരിച്ചത്. വളരെ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു പരാതി ഡൽഹി പോലീസിന് നൽകുക, അതിനുശേഷം ഡൽഹി പോലീസിന്റെ വലിയൊരു സംഘം കേരള ഹൗസിൽ എത്തുക, ഇവിടെ പശുയിറച്ചി മാംസം വിൽക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് പരിശോധന നടത്തുക, കേരളത്തിൽ ബീഫിന്റെ പേരിൽ ബീഫിനെ പരിശോധനയ്ക്ക് എടുക്കുക, ഇത്തരം സംഭവവികാസങ്ങളൊക്കെ പോയത് വലിയൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടിരുന്നു. അതിന്റെ ഒരു ഭാഗമാണ് പിമാർ നടത്തുന്ന ഇപ്പോഴത്തെ ഈ പ്രതിഷേധം. ഇതിനോടൊപ്പം അല്പസമയത്തിനകം നേരത്തെ പറഞ്ഞതുപോലെ കേരള പത്രപ്രവർത്തക യൂണിയന്റെ ഡൽഹി ഘടകം എത്തുന്നുണ്ട്. വിവിധ മലയാളി അസോസിയേഷനുകളും പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുണ്ട്. ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളുടെ വലിയൊരു നിര കേരള ഹൗസ് മുമ്പിലുണ്ട്. പിമാരുടെ ഇത്തരമൊരു പ്രതിഷേധം ഈ ബീഫ് ഇഷ്യൂമായി ബന്ധപ്പെട്ട് ഈ ഡൽഹിയിൽ തന്നെ ആദ്യം എന്ന് പറയാനാവുകയുള്ളൂ. നമുക്കറിയാം ദാദ്രി അടക്കമുള്ള വിഷയങ്ങളൊക്കെ യുപിയിലും ഒക്കെ മറ്റു ഭാഗങ്ങളും സംസ്ഥാന ഘടകങ്ങളിലൊക്കെ പ്രതിഷേധം ഉണ്ടായും. ഒരു ഹൗസിൽ ഡൽഹിയിൽ ചെയ്യുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൗസിൽ, കേരള ഹൗസിൽ ഇതിന്റെ പേരിൽ അന്വേഷണം നടക്കുന്നത് ചരിത്രത്തിൽ ആദ്യം, അത് വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോകുന്നതും ആദ്യമാണ്. എന്തായാലും ഇത്തരം വലിയൊരു പ്രതിരോധത്തിന് ഈ ഡൽഹി പോലീസിന്റെ നടപടി കാരണം പ്രതിരോധത്തിനും ഒക്കെ ഇടയാക്കിയിട്ടുണ്ട്. ഡൽഹി പോലീസിന് നിലവിൽ പരാതി നൽകിയിട്ടുണ്ട് നടപടിക്കെതിരെ. ഇതുവരെ ഡൽഹി പോലീസോ BJP സർക്കാരോ, കേന്ദ്ര സർക്കാരിന് കീഴിലാണ് ഡൽഹി സർക്കാരോ ഈ സംഭവത്തെ അപലപിച്ച് രംഗത്തെത്താത്തതാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പിമാർ ഇപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ കുത്തിയിരുന്ന് ആവശ്യപ്പെടുന്നതും അതുതന്നെ ഈ സംഭവത്തെക്കുറിച്ച് ഒരു അന്വേഷണം വേണം എന്ന് തന്നെയാണ് പിമാർ അടക്കമുള്ളവരും ആവശ്യപ്പെടുന്നത്. സന്തോഷ, പ്രതിഷേധത്തിന്റെ വ്യാപ്തി കൂടുകയാണ്. കാരണം അല്പസമയം മുമ്പ് അരവിന്ദ് കെജ്രിവാൾ ട്വിറ്ററിൽ തന്റെ പ്രതിഷേധം അറിയിച്ചു. മമതാ ബാനർജി രംഗത്ത് വന്നു. സാധാരണക്കാരിൽ നിന്ന് അത് നേതാക്കളിലേക്കും പിമാരിലേക്കും മുഖ്യമന്ത്രിമാരിലേക്കും ഒക്കെ ആ പ്രതിഷേധം എത്തുകയാണ്. വളരെ വലിയൊരു പ്രതിഷേധത്തിന്റെ ആദ്യ തുടക്കമെന്ന മണം ഒരു പരസ്യ പ്രതിഷേധം, അതാണോ ഇപ്പോൾ ഈ ധർണയിലൂടെ നമ്മൾ കാണുന്നത്? തീർച്ചയായും അരവിന്ദ് കെജ്രിവാളിന്റെ ട്വിറ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അദ്ദേഹം പറയുന്നുണ്ട്, അമിത്ഷായ്ക്കോ മോഡിക്കോ ഇഷ്ടമില്ലാത്ത ഭക്ഷണം അവരവരുടെ ഹൗസുകളിൽ ഇരുന്ന് ഏതെങ്കിലും മുഖ്യമന്ത്രിമാർ കഴിച്ചാൽ ഉടൻ ഡൽഹി പോലീസ് എന്ന് അറസ്റ്റ് ചെയ്യുമോ എന്നൊരു ചോദ്യമാണ് കെജ്രിവാളിന്. അല്ലെങ്കിൽ മതേതരവാദികളായ ആർക്കും അംഗീകരിക്കാൻ പറ്റുന്നതല്ല ഇപ്പോൾ ഈ കേരള ഹൗസിന് നേരെ ഉണ്ടായിരിക്കുന്ന ഡൽഹി പോലീസിന്റെ നടപടി. ഇത് മറ്റുള്ള ഭക്ഷണം, അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാംസാഹാരം ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണഘടകങ്ങളിൽ ഒന്നാണ്. കേരള ഹൗസിലാകട്ടെ പതിറ്റാണ്ടുകളായി കേരള ഹൗസ് ഇവിടെ സ്ഥാപിതമായതിനു അതിനുശേഷം ജീവനക്കാരുടെ ക്യാൻറ്റീൻ ആരംഭിച്ചത് മുതൽ തന്നെ ബീഫ് അടക്കമുള്ളവ നൽകുന്നുണ്ട്. ബീഫ് വിഭവങ്ങൾ മെനുവിൽ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മലയാളികളല്ല, പുറത്തുനിന്നുള്ളവർ, സൗത്ത് ഇന്ത്യയിൽ നിന്ന് അടക്കമുള്ളവർക്ക് തന്നെ ഇത്തരം ഭക്ഷണം കഴിക്കാനുള്ള ഒരു പ്രധാന സ്ഥലമായി കേരള ഹൗസിൽ എത്തുന്നത്. കേരള ഹൗസ് സ്ഥിതി ചെയ്യുന്നത് തന്നെ ജന്തർ മന്ദറിലാണ്. ഡൽഹി CP ഹൃദയ ഭാഗത്താണ് കേരള ഹൗസ്. മറ്റ് ഹൗസുകളൊക്കെ വളരെ ദൂരത്താണ്, ഹൃദയ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കൊക്കെ, സൗത്ത് ഇന്ത്യയിൽ നിന്ന് ദക്ഷിണ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നവർക്കൊക്കെ, മലയാളി അടക്കമുള്ളവർക്കൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഇടം. പക്ഷെ അവിടെ ഇത്തരത്തിൽ വളരെ തെറ്റിദ്ധാരണജനമായിക്കൊണ്ട് ഒരു വാർത്ത നൽകുക. ഇപ്പോൾ മനു, CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഇവിടെ കേരള ഹൗസിൽ എത്തിയിട്ടുണ്ട്. നാളെ പോളിറ്റ് ബ്യൂറോ യോഗം നടക്കുന്നു. ഈ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാനാണ് പിണറായി എത്തിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം പ്രതികരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നേരത്തെ ഫേസ്ബുക്കിലൂടെ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചാണ്. അതിന്റെ പ്രതികരണം നമുക്ക് കേൾക്കാം. Please wait. I must see them. After that. ഹലോ, സന്തോഷ്, കേൾക്കാം. ഇപ്പോൾ പിണറായി വിജയൻ വരുന്ന ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മനു പിണറായി വിജയൻ ഇടത് പിമാരുടെ പ്രൊട്ടക്ഷൻ പ്രതിഷേധ ധർണ നടക്കുന്ന ഭാഗത്തേക്ക് ഇപ്പോൾ എത്തുകയാണ്. അവരോടൊപ്പവും അദ്ദേഹവും പ്രതിഷേധത്തിൽ ഇരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതാദ്യമായി ഒരു ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും ഇതിനെതിരെ പ്രതിഷേധം അറിയിച്ച പ്രമുഖനായ നേതാവാണ് പിണറായി വിജയൻ. ഇപ്പോൾ P. സമ്പത്ത് MP, പ്രതിഷേധ ധർണയിലിരിക്കുന്ന P. സമ്പത്ത് MP-യുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. മനു, സന്തോഷ്, തീർച്ചയായും ഇക്കാര്യത്തിൽ ആ ദൃശ്യങ്ങൾ കണ്ട ശേഷം നമുക്ക് തിരികെ എത്താം. സന്തോഷ്, ഇപ്പോൾ പിണറായി വിജയൻ അദ്ദേഹം ഒരുപക്ഷെ
പോളിറ്റ് ബ്യൂറോ മെമ്പർ, CPIM പോളിറ്റ് ബ്യൂറോ മെമ്പർ പിണറായി വിജയൻ, ഫോർമർ Wait. First I will talk in Malayalam. Please. Those who cannot understand Malayalam, please. Our request is that Congress Pinarayi Vijayan, you please give us some space. You all can please. ഇവിടെ നിന്നാ മതിയല്ല. ശരി, ഇവിടെ ശരി, ഞാൻ സംസാരിക്കട്ടെ. ഇവിടെ കേരള ഹൗസ് എന്നത് കേരള ഹൗസ് കേവലമായ ഒരു ഭക്ഷണശാല മാത്രമല്ല. കേരള ഹൗസ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് കഴിഞ്ഞാൽ പിന്നീടുള്ള കേരളത്തിൻ്റെ ഒരു ഭരണ കേന്ദ്രം കൂടിയാണ്. സാധാരണ നിലക്ക് ഇതിനകത്തേക്ക് ഡൽഹി പോലീസിന് കയറണമെന്നുണ്ടെങ്കിൽ ഇവിടെ കേരളത്തിലെ ഭരണത്തിൻ്റെ ഒരു ആസ്ഥാനം എന്ന നിലക്ക് ഇതിൻ്റെ മേധാവിയായ റെസിഡന്റ് കമ്മീഷണറോട് പോലീസ് അധികൃതർക്ക് സംസാരിക്കാവുന്നതാണ്. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംസാരം നടക്കുകയോ അനുമതി വാങ്ങുകയോ ചെയ്തുകൊണ്ടല്ല 30ഓളം പോലീസുകാർ ഉത്തരവാദപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ കേരള ഹൗസിലേക്ക് ഇരച്ചു കയറിയത്. എന്തിനാണ് ഇങ്ങനെ കേരള ഹൗസിലേക്ക് ഇരച്ചു കയറിയത്? ഇവിടെ ബീഫ് വിളമ്പുന്നു എന്നാണ് പോലീസിന് തോന്നിയത്. ഇവിടെ വിളമ്പുന്ന ബീഫ് കേരള ഹൗസിന്റെ വകയായിട്ടുള്ള ഒരു അറവുശാല ഇതേവരെ നമ്മളാരും കണ്ടിട്ടില്ല. ഇവരിവിടെ ഏതെങ്കിലും അറവുശാല നടത്തി ഇവിടുന്ന് ക്യാൻറ്റീനിലേക്ക് കൊണ്ടുപോയി ഭക്ഷണം ഉണ്ടാക്കുന്നതല്ല. ഇവിടെ ഡൽഹിയിൽ അധികൃതമായി നടത്തുന്ന സ്റ്റോളുകളിൽ നിന്ന് വാങ്ങിയ മാംസമാണ് ഇവിടുത്തെ ക്യാൻറ്റീനിൽ പാകം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ അധികൃത സ്റ്റോളുകളിൽ നിന്ന് അധികൃതമായി വാങ്ങിയ മാംസം ഇവിടെ പാകം ചെയ്താൽ എങ്ങനെയാണത് കുറ്റകരമാവുക? ഈ പറയുന്ന മാംസത്തെക്കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് റെസിഡന്റ് കമ്മീഷണറുടെ അടുത്ത് ഇങ്ങനൊരു പരാതി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയലാണ്. അത് സംബന്ധിച്ച് അത്തരമൊരു വിവരം കിട്ടിയാൽ ഔദ്യോഗികമായിട്ട് തന്നെ റെസിഡന്റ് കമ്മീഷണർക്ക് അതിന് മറുപടിയും പറയാൻ കഴിയും.
എന്തുകൊണ്ട് സാധാരണ നിലക്ക് പാലിക്കേണ്ട ഈ മര്യാദ ഇവിടെ പാലിച്ചില്ല എന്താണ് പ്രശ്നം? ഇവിടെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിൽ പാലിക്കേണ്ട മര്യാദകളുണ്ട്. ഫെഡറൽ തത്വത്തിന്റെ ഭാഗമായി അംഗീകരിക്കേണ്ട പൊതു തത്വങ്ങളുണ്ട്. ഫെഡറൽ തത്വം BJPക്ക് ബാധകമല്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ ഫെഡറൽ തത്വം ലംഘിച്ചുകൊണ്ട് ഇവിടത്തേക്ക് പോലീസിനെ അയക്കാൻ BJP സർക്കാർ തയ്യാറായത്. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ കാര്യമാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്താ? മലയാളിയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഇത് കേരള ഹൗസിലെ ക്യാൻറ്റീനിലെ അടുക്കളയിൽ കയറിയോ എന്നുള്ളതല്ല പ്രശ്നം. മലയാളിയുടെ ഭക്ഷണ രീതിയെയും മലയാളിയുടെ ആത്മാഭിമാനത്തെയുമാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. മലയാളിയുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്തപ്പോൾ കേരളത്തിനൊരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താ വന്നത്? ആദ്യത്തെ പ്രതികരണം ഡൽഹി പോലീസ് മിതത്വം പാലിക്കണമെന്നാണ്. എന്തേ അങ്ങനെ ഒരു പ്രതികരണം വരാൻ കാരണം? ഇത്തരമൊരു വിവരം കേട്ട ഉടനെ സാധാരണഗതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്താൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് പറന്നെത്തുകയല്ലേ വേണ്ടത്? ആ പ്രതിഷേധം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് പോയി അറിയിക്കുകയല്ലേ വേണ്ടത്? എന്തുകൊണ്ട് അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞില്ല? ഉമ്മൻചാണ്ടി എന്ന കേരള മുഖ്യമന്ത്രി തങ്ങളുടെ പോക്കറ്റിൽ ഒതുങ്ങി നിൽക്കുന്നയാളാണ് എന്ന് എങ്ങനെ നരേന്ദ്രമോദിക്കും കൂട്ടർക്കും ധരിക്കാനിടയായി? ഇത് കേരളത്തിന്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തിയ പ്രശ്നമാണ്. ആ നിലക്ക് തന്നെ മുഖ്യമന്ത്രിക്കും കേരളത്തിലെ ഭരണത്തിനും കാണാൻ കഴിയണം. ഇവിടെ കേരള ഹൗസിൽ മുഖ്യമന്ത്രിയുടെ മനസ്സറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ നീക്കുന്ന ചില ഉദ്യോഗസ്ഥര് അതിർകവിഞ്ഞ വിധേയത്വം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുമാണ് തോന്നുന്നത്. അതിന്റെ ഭാഗമായി നേരത്തെ ഒരു ഘട്ടത്തിൽ ഇവിടെ ഈ പറയുന്ന ബീഫ് നിരോധനം നടപ്പാക്കാൻ ചിലർ പുറപ്പെട്ടിരുന്നല്ലോ. അത് മുഖ്യമന്ത്രിയുടെ കൂടി മനസ്സറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ അത്തരമൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാകുക. ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സംഭവത്തിന് ശേഷം ഇനി ഈ പറയുന്ന ബീഫ് ഇവിടെ വിളമ്പണ്ടാൻ തീരുമാനിച്ചു എന്നാണ്. ഇവിടെ യഥാർത്ഥ ബീഫല്ല കൊടുത്തത് എന്ന് അധികൃതമായ വിശദീകരണം തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ പോത്തിറച്ചിയാണ് കൊടുത്തത് എന്നാണ് അധികൃതമായ വിശദീകരണം വന്നിട്ടുള്ളത്. എന്തിന് നിർത്തിവെച്ചു? എന്താണ് അതിന്റെ അടിസ്ഥാനം? അത് നിർത്തിവെക്കേണ്ട ആവശ്യം എന്താണ്? മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോഴും മുഖ്യമന്ത്രിക്ക് അതിന് മറുപടി പറയാൻ കഴിയുന്നില്ലല്ലോ. വിധേയത്വം അനാവശ്യമായി പ്രകടിപ്പിക്കുകയല്ല വേണ്ടത്. രാഷ്ട്രീയമായ താൽക്കാലിക ലാഭത്തിനു വേണ്ടി RSSനെ പ്രീണിപ്പിക്കാൻ നടക്കുന്ന ഉമ്മൻചാണ്ടി അതിവിധേയത്വം കാണിക്കുകയാണ് ഇവിടെ. RSSകാർക്ക് ഗോമാംസം എന്ന് കേൾക്കുമ്പോൾ വല്ലാതെ വികാരം കൊള്ളുന്നു എന്നാണല്ലോ പറയുന്നത്. കേരളത്തിലെ RSSകാരിൽ 70% പേരെങ്കിലും ബീഫ് കഴിക്കുന്നവരാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ? അത് രാജ്യത്തെ ആകെ RSSകാരെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ കേരളത്തിലെ RSSകാരിൽ 70% പേരും ബീഫ് കഴിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളൊരു കൂട്ടർ കൃത്രിമമായ രീതിയിൽ വികാരം സൃഷ്ടിക്കാൻ ശ്രമിച്ച് നാട്ടിൽ വർഗീയ അന്തരീക്ഷമുണ്ടാക്കാനും
വർഗീയമായ ചേരിതിരിവുണ്ടാക്കാനും പശുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ലഹള നടത്താൻ പുറപ്പെടുകയാണ്. ഇവിടെ മനുഷ്യൻ എന്ത് ഭക്ഷിക്കണമെന്ന് ഓരോ ആളുമാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും അവരിലെല്ലാം സസ്യാഹാരികളുമുണ്ട്, മാംസാഹാരികളുമുണ്ട്. മാംസാഹാരികളിൽ ഗോമാംസം കഴിക്കുന്നവരുണ്ട്, ഗോമാംസം കഴിക്കാത്തവരുണ്ട്. ഓരോരുത്തര് ഓരോ ഭക്ഷണമാണ് കഴിക്കുക. ഇത് മനസ്സിലാക്കിക്കൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചു പോകാൻ കഴിയണം. അല്ലാതെ വർഗീയമായ ചേരിതിരിവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടത്. കേരളം ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കാൻ തയ്യാറാവണം. ഒറ്റക്കെട്ടായി അണിനിരക്കണം. Let my leader finish it. Yes. I will be with you. I will be with you. പറഞ്ഞോളൂ. എന്നാ കോമ്രേഡ് സമ്പത്ത് വിൽ ടോക്ക്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ കേരള ഹൗസിൽ എത്തിയ സമയത്ത് അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു. ബീഫ് വിവാദത്തെക്കുറിച്ച് മുഖ്യമന്ത്രി RSSന് മുന്നിൽ അമിത വിധേയത്വം കാണിക്കുന്നു. നിലപാട് പറയേണ്ട സമയത്ത് നിലപാട് പറയുന്നില്ല. പശുവിൻ്റെ പേരിൽ വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാനാണ് ഇവിടെ RSSന്റെ ശ്രമം. ഒരാൾ എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവനവൻ തന്നെയാണ്. കേരളത്തിലെ RSSകാരിൽ 70% പേരും ബീഫ് കഴിക്കുന്നവരാണ് എന്നും അദ്ദേഹം പറയുന്നു. കേരള ഹൗസിൽ എന്തുകൊണ്ട് ബീഫ് നിർത്തി എന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. കാരണം അധികൃതമായി കിട്ടുന്ന ബീഫ് തന്നെയാണ് അവിടെ വിറ്റുകൊണ്ടിരുന്നത്. ഇത്തരത്തിലുള്ള നിലപാടിലേക്ക് കേരള ഹൗസ് അധികൃതർ എന്തുകൊണ്ട് നീങ്ങിയെന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ഒപ്പം തന്നെ കേരള ഹൗസ് എന്നത് കേരളത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ അതിക്രമിച്ചു കയറിയത് കേരളത്തിൻ്റെ മലയാളിയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയാണെന്നും പിണറായി വിജയൻ പറയുകയുണ്ടായി.